ഷാരൂഖ് ഖാൻ പഠാനിലൂടെ തിരിച്ചു വന്നു, കമൽഹാസൻ വിക്രത്തിലൂടെ തിരിച്ചു വന്നു, രജനീകാന്ത് ജയിലറിലൂടെ തിരിച്ചു വന്നു. എന്നാൽ നമ്മളൊന്നും അറിയാതെ വേറൊരാളുകൂടി തിരിച്ചു വന്നിട്ടുണ്ട്. അയാളുടെ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. യഥാർത്ഥ സ്നേഹത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന നമ്മുടെ നായകന്റെ പേരാണ്. ഇടുന്നവൻ എന്തെങ്കിലും കിട്ടാ മതിയല്ലോ, വിളിക്കുന്നവരുടെ കഷ്ടപ്പാട് അവർക്ക് മാത്രമല്ല അറിയുള്ളൂ. ഒരു ദിവസം ഏതോ ഒരു നാട്ടിലെ ഒരു ഹോട്ടൽ ഉടമയ്ക്ക് 1000 പേർക്ക് ഫുഡ് വെക്കാനുള്ള ഒരു ഓർഡർ കിട്ടാണ്. ഫുഡ് വെക്കാൻ അറിയുന്ന പണിക്കാരൊന്നും തന്റെ കയ്യിലില്ലാന്ന് ഹോട്ടൽ ഉടമയ്ക്ക് പിന്നെയാണ് മനസ്സിലാവുന്നത്. ജോലി തേടി വന്ന നമ്മുടെ കുഴന്തയ്ക്ക് ഹോട്ടൽ ഉടമ പാചകക്കാരനായി ജോലി കൊടുക്കുകയാണ്. ഇതില് കോമഡി എന്താന്ന് വെച്ചാൽ നമ്മുടെ കഥാനായകന് ഫുഡ് വെക്കാൻ അറിയില്ല, പക്ഷെ അയാൾ കണ്ണ് കെട്ടിയിട്ടൊക്കെ ഫുഡ് ഉണ്ടാക്കും. കുഴന്തൈ കണ്ണു കെട്ടി ഉണ്ടാക്കിയ ഈ ഫുഡ് കഴിച്ചവരെല്ലാം അതിന് 10ൽ 10 റേറ്റിംഗ് ഒക്കെ കൊടുക്കും. ഇതിനൊക്കെ 10ൽ 10 റേറ്റിംഗ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവന്മാരൊക്കെ ആദ്യമായിട്ടാണ് അന്നം കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. തന്റെ മുതലാളിയും അങ്ങേരുടെ ഭാര്യയും ഒരിക്കലും പിരിഞ്ഞു പോകരുത് എന്ന ആഗ്രഹം കൊണ്ട് നിഷ്കളങ്കനായ നമ്മുടെ കഥാനായകൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കർമ്മം പിടിച്ച സീനൊന്നും എനിക്ക് വിവരിക്കാൻ വയ്യ, നിങ്ങൾ തന്നെ കണ്ടോ. കാത്തുകൂടുമ്പോ കാതല പിരിച്ചിടക്കൂടാതെ ഞാൻ തന്നെ അടിയിലെ ക്ലിപ്പ് പോട്ടു. എന്തിന്റെ കുഞ്ഞാണോ ഇത്? അപ്പോഴാണ് ഏതോ ഒരു ചേട്ടൻ തന്റെ മകൾക്ക് ചെരുപ്പ് വാങ്ങാനായിട്ട് വരുന്നത്. എന്റെ പേര് മയിൽസാമി, എങ്കൂർ കുപ്പിവാളിയാ. അമ്മണി എன்ற മവ எங்க ஊருக்குள்ளேயே பள்ளிக்கூடத்துல முதல் மார்க் எங்க அம்மனிஜ. மேல்படி படிக்க பட்டணம் போகுது, ചെരുപ്പ് വാങ്ങി കൊടുക്കാൻ കൂട്ടിട്ട് വന്നേ. ഓ, ചെരുപ്പ് വാങ്ങാൻ വന്നതാലേ, ഞാൻ വിചാരിച്ചു വല്ല ബക്കറ്റ് പിരിവായിരിക്കുന്നു. എന്റെ പേര് മയിൽസാമി, എങ്കൂർ കുപ്പിവാളിയാ. ചെരുപ്പ് വാങ്ങാൻ വന്ന ചെരുപ്പ് വേണമെന്ന് പറഞ്ഞ പോരെ, അല്ലാതെയുള്ള ജാതകം മൊത്തം വായിക്കണം. എന്റെ പേര് മയിൽസാമി, എങ്കൂർ കുപ്പിവാളിയാ. തന്റെ മകളുടെ നിറത്തിന് പറ്റിയ ബ്രാൻഡഡ് ചെരുപ്പ് തന്നെ ചേട്ടൻ തെരഞ്ഞെടുക്കും, അതും സ്വർണത്തിന്റെ നിറത്തിൽ. വെള്ളി എടുപ്പാവേ ഇല്ല, என்ற தங்கத்துக்கு தங்கத்தை எடுப்பா இருக்குது. A few moments later. சரி பிள்ளை எம்டாச்சு தங்கா 2750. അല്ല, സ്വർണത്തിന്റെ നിറത്തിലുള്ള ചെരുപ്പ് മതി, സ്വർണത്തിൽ മുക്കിയിട്ടുള്ള ചെരുപ്പൊന്നും വേണ്ട. 2750 രൂപയെ. ചെരുപ്പിന്റെ വില കേട്ട ചേട്ടൻ ഇതൊക്കെ എന്ത് എന്ന ലാഘവത്തോടെ തന്റെ കീശയിൽ നിന്നും കാശെടുക്കും. എന്നാൽ പിന്നെയാണ് നമ്മുടെ ചേട്ടന് മനസ്സിലായത് തന്റെ കയ്യിൽ ആകെ 750 രൂപയേ ഉള്ളൂ. சரி பிள்ளை எம்டாச்சு தங்கா 2750. എത്ര സമയം சொன்னே? 2750. 2750. എന്താടാ കണ്ണാസേ, കാശ് പോയി. ഒന്നാം തീയതി കയ്യിലുണ്ടായിരുന്ന കാശ് കൊണ്ട് കടഞ്ഞിലോടാ. അത് കണ്ടു നിന്ന കടയിലെ ചേച്ചിക്ക് സങ്കടം സഹിക്കാനാവാതെ അവരാ ചെരുപ്പ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. என் தங்கச்சிக்கு நான் ஒரு gift குடுக்குற மாதிரி குடுக்குறேன்ப்பா. വാട്ട് എ കിഡ്നി ടച്ചിങ് സീൻ. തങ്കத்துக்கு നല്ല തങ്ക നിറത്തിലെ 5 വർഷം ചെരുപ്പ് കാട്ടിയാ. സ്വർണത്തിന്റെ നിറത്തിലുള്ള ചെരുപ്പ് തന്നെ വേണം. നമ്മുടെ നായകൻ ഏതോ ഒരു കോളേജിൽ ചായ വിറ്റ് നടക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അതെ, നായികയുടെ ഇൻട്രോ. അയ്യോ ലക്ഷ്മി, ലക്ഷ്മി. ചായയുടെ കാശ് വേണ്ടാന്ന് പറഞ്ഞ ഇയാളാണ് 5 രൂപ നിലത്ത് വീണപ്പോ അതിന്റെ പിന്നാലെ പായുന്നത്. അയ്യോ ലക്ഷ്മി, ലക്ഷ്മി. ആരെങ്കിലും കാശ് എടുക്കാൻ പോകുമ്പോ ലക്ഷ്മി അവിടെ നിക്ക് മോളെ എന്നൊക്കെ വിളിച്ചെടുക്കാൻ പോവോ? അങ്ങനെ 5 രൂപ എടുക്കാൻ പോയിട്ട് ഏതോ ഒരു വണ്ടിക്ക് തല വെച്ച കുഴന്തയ്ക്ക് വണ്ടിയുടെ ഉടമ കാരണം നോക്കി ഒന്നങ്ങോട്ട് കൊടുക്കും. അങ്ങനെ തല്ലും കൊണ്ട് വായിൽ നിന്ന് ടൊമാറ്റോ സോസ് ഒഴുക്കി നിൽക്കുന്ന കുഴന്തൈ അപ്പോഴാണ് കാറിനുള്ളിലെ നായികയെ ശ്രദ്ധിക്കുന്നത്. പഴയ ഓലക്കേസറ്റ് ചുറ്റിപ്പിടിച്ച പോലെ ആരോ വന്ന് തൊള തോന്നിയതൊക്കെ പാടിയിട്ട് പോവും. ഈ കോപ്പുകെട്ടിന്റെ തലപെടുത്തിട്ട് പാടില്ല. അങ്ങനെ കുഴന്തയുടെ ക്യൂട്ട്നെസ് കണ്ട് നായിക കുഴന്തയ്ക്ക് സെറ്റ് ആവുകയാണ്. നമ്മുടെ നായികയുടെ പേരാണ് മാങ്കനി. സോ ഈ മാങ്കനി ഒരു ഡ്രോയിങ് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവിടേക്ക് ചായ സപ്ലൈ ചെയ്യാൻ വന്ന നമ്മുടെ കുഴന്തൈ
അബദ്ധവശാൽ തന്റെ ചായ മാങ്കനി വരച്ച ചിത്രത്തിന്റെ മുകളിൽ ഒഴിക്കുകയാണ്. അയ്യോ, എന്നെ ഞെട്ടിപ്പിച്ചത് എന്താന്ന് വെച്ചാൽ ഇയാൾ കൈകൊണ്ട് ചായ വെച്ച് പരത്തിയ ഈ കൂറ ചിത്രം 2 സെക്കൻഡ് കൊണ്ട് ഡെനേറിസ് ടാർഗേറിയനൊക്കെ ആയിട്ട് മാറും. யாரும் பாத்திரக்கூடாதுன்னு நல்லா வரைஞ்ச போட்டோவை திருப்பி வச்சிருக்குதுங்க. ഓ മൈ ഗോഡ്. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തൂറി എറിയും നിന്നെ. എക്സലന്റ് മാങ്ങനി എല്ലാരുമേ മാങ്ങനി കൈത്തട്ടിയില്ല. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഇതെന്താടാ ഡെനേറിസ് ടാർഗേറിയന്റെ ചെവിയിൽ അമീബയൊക്കെ തൂങ്ങുന്നുണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സ്വർണത്തിന്റെ ചെരുപ്പ് വാങ്ങാൻ വന്ന ചേട്ടനെ വീണ്ടും കാണിക്കുന്നത്. പട്ടണത്തിലേക്ക് പഠിക്കാൻ പോയ തങ്കം രജിസ്റ്റർ ഓഫീസിൽ തങ്കമാല ഇട്ട് നിൽക്കുന്നു. മാരേജ് സർട്ടിഫിക്കറ്റാ? ഇത് താലിമാലയാണോ അതോ പശുവിനെ കെട്ടുന്ന കയറോ? ஊரலகம் பூரா மலடி மலடின்னு பேசுறாங்கன்னு சொல்லி அந்த ஆத்தா கோயில போய் மடியேந்தி கையேந்தி மடிப்பிச்சு எடுத்து மாவிளக்கு போட்டு அங்க பிரதர்சனம் பண்ணி ഓ, ആരെങ്കിലും ആൾക്ക് ഇത്തിരി വെള്ളം കൊടുക്ക്, ഇല്ലെങ്കിൽ ഡയലോഗ് തൊണ്ട കുടുങ്ങിയ ആള് ചാവും. அந்த ஆத்தா கோயில போய் மடியேந்தி கையேந்தி மடிப்பிச்சு எடுத்து மாவிளக்கு போட்டு അൻപുക്ക് പിൻപേ അൻപ് പെടാമെ കണ്ടം തുണ്ടമാ വെട്ടി കലത്തിനെ പോട്ട് മാറ്റിണ്ടാക്കും ഇത് ശുദ്ധമാന മയിലെണ്ണ. അങ്ങനെ കഥാപ്രസംഗം മുഴുവൻ നടത്തി ആ ചേട്ടൻ ഡെഡ് ആവുകയാണ്. മാങ്കനി മെഴുകുതിരി വെച്ച് എബ്രഹാം ലിങ്കനെ വരച്ച് നശിപ്പിക്കാൻ നോക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പേപ്പർ ഗ്ലാസ് കത്തി ആ റൂം മുഴുവൻ തീ പിടിക്കുന്നത്. കുഴന്തൈ സിമ്പിളായിട്ട് ഒരു കീറച്ചാക്ക് പൊതച്ച് മാങ്കനിയെ രക്ഷപ്പെടുത്തും. ഞാൻ നോക്കിയിട്ട് ഇതിലിപ്പോ രക്ഷപ്പെടുത്താൻ മാത്രം ഒന്നുമില്ല. ഇയാളിപ്പോ എങ്ങനെയാണ് ആ റൂമിന്റെ ഉള്ളിലേക്ക് കയറിയത് അതേ വഴിയിൽ കൂടെ മാങ്കനിക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. உன் உயிரை பணைய வச்சு ஒரு பொண்ணோட உயிரை காப்பாத்திருக்க, காலேஜோட கௌரவத்தையும் காப்பாத்திட்ட. எனக்கு உயிர் கொடுத்த உங்களுக்கு ஏதாவது ஒன்று கொடுக்கணும்னு தோணுது. ஒரு 500 ரூபாய்க்கு போன் ரீசார்ஜ் பண்ணீங்கன்னா അത്രയും നിഷ്കളങ്കനാണ് കേട്ടോ നമ്മുടെ കുഴന്തൈ. ഇവിടുന്ന് അങ്ങോട്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പോകും. കഥയെ ഇപ്പതാ ആരംഭിക്കുന്നത്. വെയിറ്റ് ആൻഡ് വാച്ച്. ഒരു കവിളത്ത് ഉമ്മ കിട്ടിയാൽ മറ്റേ കവിളൂടി കാണിച്ചു കൊടുക്കണം എന്ന് പഠിച്ച കുഴന്തൈ ഉമ്മ കിട്ടാൻ വേണ്ടി നടക്കുകയാണ്. നമ്മുടെയൊക്കെ മുന്നിൽ നിഷ്കളങ്കം ചമഞ്ഞ ഇവൻ നട്ടപ്പാതിരയ്ക്ക് മാങ്കനിയുടെ വീട്ടിലേക്ക് പോവും. റീചാർജ് ചെയ്യാനായിരിക്കും. ஐ லவ் யூ so much. சூப்பர் ஸ்டார் மாதிரி ஸ்டைலான ஹேர் ஸ்டைல், ஆரஞ்சு பழம் மாதிரி உன்னோட லிப்ஸ். മുടിയല്ല തലവരെ, മുടിയല്ല തലവരെ. കുഴന്തയും മാങ്കനിയും അങ്ങനെ വീട്ടുകാരെ പേടിച്ച് എങ്ങോട്ടോ ഒളിച്ചോടും. പിന്നെയാണ് ആ ട്വിസ്റ്റ് മാങ്കനി വെളിപ്പെടുത്തുന്നത്. മാങ്കനിക്ക് വേറെ ഒരുത്തന് ഇഷ്ടാണ്. അവന്റെ പേരാണ് വീര. I'm sorryடா, நான் உன்னை லவ் பண்ணல, வேற ஒருத்தரை விரும்புறேன். അവനെ കണ്ടുപിടിച്ച് ഇവരുടെ കല്യാണം നടത്താനായിട്ടാണ് നമ്മുടെ കുഴന്തയെയും കൂട്ടി മാങ്കനി ഒളിച്ചോടിയത്. കൂടാതെ ഈ കുഴന്ത ഒരു പൊട്ടനായതുകൊണ്ട് തന്നെ 1-2 കേസ് കൂടി മാങ്കനി ബോണസ് ആയിട്ട് അവന്റെ പെടലേക്ക് വെച്ചു കൊടുക്കും. எங்க வீரா கூட நான் ஓடி போறது எங்க வீட்டுக்கு தெரிஞ்சு அவனை கொன்றுவாங்களோன்னு உன் கூட ஓடி போறதா எங்க வீட்டுல லெட்டர் எழுதி வச்சுட்டு உன்னை கூட்டிட்டு வந்துட்டேன். நான் தப்பு பண்ணிட்டேன்னா? ഇനി നാട്ടിലേക്ക് ചെന്ന മാങ്കനിയുടെ അച്ഛൻ തന്റെ മാംഗോ മുറിച്ചു കളയുമെന്ന് മനസ്സിലാക്കിയ കുഴന്തൈ മാങ്കനിയുടെ ലവർ വീരനെ കണ്ടുപിടിച്ച് ഇവരുടെ കല്യാണം നടത്താൻ തീരുമാനിക്കും. പിന്നെന്താ, ഈ വീരൻ പെൺകുട്ടികളെ പറ്റിച്ച് കാശടിച്ചു മാറ്റുന്ന ഒരു ഉഡായിപ്പ് കേസാണ്. மண்ணுல விவசாயம் பண்றது பெருசு இல்லடா, பொண்ணுங்க வயிற்றுல விவசாயம் பண்ணணும். அவன் தான்டா உண்மையான விவசாயி. ஓட்டை போட்டமா ஸ்ட்ராவல் ஓட்டமான உறிஞ்சு குடிச்சிட்டு போயிட்டே இருக்க வேண்டாமாடா. டேய், என்னடா டயலாக் இது? எவன் எழுதி கொடுத்தானே அது இப்படி பேசிட்டு போறான்? അവൻ മാങ്കനിയെ കൊല്ലാൻ നോക്കും. അപ്പൊ നമ്മുടെ കുഴന്തൈ അരിവാളെടുത്ത് അവന്റെയും അവന്റെ കൂട്ടുകാരുടെയും എന്തൊക്കെയോ വെട്ടും. അതോടെ ഈ പടം അവസാനിക്കും. ഇയാള് മാസ് കാണിച്ചു നിൽക്കുന്ന ഈ പോസ്റ്ററൊക്കെ കണ്ടിട്ട് അറിയാതെ പോലും ഈ പടത്തിന് തല വെക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. நல்லா இல்லை, எனக்கு இந்த அளவுக்கு ஒன்றும் சிறப்பாலாம் ஒன்றும் தெரியல, தூங்கிட்டேன்.